ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എക്സാം എന്നാണ്ട് +2 UYARE ബാക്ക്ലോഗ് സീരീസ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാക്ക്ലോഗ് സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഓണം എക്സാം ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ അല്ലേ, നമ്മുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചു. നമ്മുടെ ബാച്ചിലൂടെ പഠിച്ച മക്കളുണ്ടാവും, ഇനി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടുമില്ല എന്നുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ബാച്ചിലൂടെ പഠിച്ച മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനും, അതേപോലെ തന്നെ ഒന്നും പഠിച്ചിട്ടില്ല മിസ് എന്താക്കും എന്നുള്ളവർക്ക് ഒരു സൊല്യൂഷനാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ പഠിച്ചു പക്ഷേ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി, എന്ത് ചെയ്യും? ഓണം എക്സാമിങ് അടുത്തെത്തിയല്ലേ, ഇനി ഓണം എക്സാമിന് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങൾ കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മളുടെ +2 UYARE ബാക്ക്ലോഗ് സീരീസ്. കാരണം ഇനി നിങ്ങൾക്കറിയാം നമ്മളുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബയോളജിയുടെ കാര്യത്തിലാണെങ്കിൽ +2 5 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ 4, മാത്സിൽ 6, അതേപോലെ തന്നെ ഫിസിക്സിൽ 4 ചാപ്റ്റേഴ്സോളം ഉണ്ട്. അപ്പം ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഓർമ്മ കിട്ടുക. ഇനി അതല്ലവ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പഠിച്ചെടുക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ബാക്ക്ലോഗ് സീരീസ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന മിസ് ഇത് എന്താണ് ചെയ്യുക? മക്കളെ, നമുക്ക് നമ്മളുടെ ഈ ബാക്ക്ലോഗ് സീരീസിലൂടെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ബാച്ചിലെ മക്കൾക്ക് ഈ ഒരു ബാക്ക്ലോഗ് സീരീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ആലോചിക്കണം, നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ കൈനീട്ടി വാങ്ങിക്കുക, നന്നായിട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് കുറേ പേര് പറയാം, അപ്പോൾ മിസ് ഞങ്ങൾ നമ്മുടെ ബാച്ചിലില്ലാത്ത മക്കൾ എന്ത് ചെയ്യും, ഞങ്ങളെങ്ങനെ പഠിക്കും? മക്കളെ, നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാക്ക്ലോഗ് സീരീസ് കിട്ടും. അതുവഴി ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും. അതുമാത്രമാണോ? അല്ല, ഓണം എക്സാം കഴിഞ്ഞാലും നമ്മുടെ ഒരു പകുതിയും കൂടെ ആയിട്ടില്ല, 3 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുള്ള +2 UYARE ബാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. കാരണം നമ്മുടെ ഈ ബാക്ക്ലോഗ് സീരീസിലൂടെ നമുക്ക് ഡെയിലി 2 ലൈവ് സെഷൻസ് ആണ് പോകുന്നത്. അത് നമ്മുടെ മൺഡേ ടു സാറ്റർഡേ ഉള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ രാവിലെ 6 മണിക്കും രാത്രി 9 മണിക്കുമാണ്. ആൻഡ് സൺഡേ രാവിലെ 9 മണിക്ക് രാത്രി 9 മണിക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് മിസ് എത്ര മണിക്കൂറാണ് ഡ്യൂറേഷൻ? ഒരു 1 hour and 15 minutes ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 2 ലൈവ് സെഷൻസ് പെർ ചാപ്റ്ററാണ്. 2 ലൈവാണ് പെർ ചാപ്റ്റർ. ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് എന്താണ് 2 ലൈവ് സെഷനാണ്. അപ്പോൾ ഈ 2 ലൈവ് സെഷനിൽ ഫസ്റ്റ് ലൈവ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ചാപ്റ്റർ റിവൈസ് ചെയ്യും. ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ച മക്കൾക്കാണെങ്കിൽ അത് ഒന്നുകൂടെ നിങ്ങളുടെ മെമ്മറിയിലൂടെ പാസ് ഓൺ ചെയ്ത് പോകാനും, ഇനി മിസ് പഠിച്ചിട്ടില്ല ഞങ്ങൾ എന്താ ചെയ്യുക, ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളടക്കം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടുള്ള ലൈവ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈവ് ആ ചാപ്റ്ററിൻ്റെ എന്ന് പറയുന്നത് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതായത് നമ്മളിപ്പോൾ ഓണം എക്സാമിന്, ക്രിസ്മസ് എക്സാമിന്, മോഡൽ എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാക്ക്ലോഗ് സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഓണം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു തവണ ചാപ്റ്റർ പഠിച്ചു, അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഈ ചാപ്റ്ററിന് ഇനി എന്ത് ചോദിച്ചാലും എനിക്ക് എഴുതാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങളെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബാക്ക്ലോഗ് സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ബാക്ക്ലോഗ് സീരീസിൽ നിങ്ങൾക്ക് 2 ലൈവ് സെഷൻസ്, ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും, അത് കഴിഞ്ഞ് നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ് സീരീസിൻ്റെ ക്ലാസ്സുകൾ മാത്രമല്ല മോഡൽ എക്സാംസ്. ഇപ്പോൾ ഓണം എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട്, ഓണം എക്സാം എഴുതുന്നതിന് മുൻപായിട്ട് ഒരു മോഡൽ എക്സാം എഴുതിയാലോ എങ്ങനെയുണ്ടോ? അത് എക്സാമിൻ്റെ, നിങ്ങൾക്കറിയാം എക്സാമിനർ പറയുന്നത് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരില്ല. അപ്പം നമ്മുടെ ഒരു മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം മുന്നേ കിട്ടി എഴുതിയതുപോലെ ഉണ്ടാവും. അത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ UYARE ബാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സിലും ആക്സസ് ഉണ്ടാകും. അതായത് ഇനി അങ്ങോട്ട് നിങ്ങൾ UYARE ബാച്ച് സ്റ്റുഡൻ്റായിട്ട് മാറും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു
UYARE ബാച്ചിൻ്റെ ബാക്ക്ലോഗ് സീരീസിൻ്റെ ഈ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്താലാണ്. കാരണം ബാക്ക്ലോഗ് സീരീസിലൂടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസും അതിൻ്റെ നോട്ട്സും അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷനും നമ്മുടെ എക്സാമിനുള്ള ബുക്ക് സെറ്റും PDF നോട്ട് മോഡൽ എക്സാംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യന് നമുക്ക് ഡൗട്ട് അടിച്ച് നിൽക്കണ്ട. താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം, ഓക്കെ. താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ മിസ്സിന് ഇത്രേ പറയാറുള്ളൂ, നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓണം എക്സാമിൻ്റെ സമയമാകുമ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം രാത്രിത്തെ ലൈവിൽ മിസ് ഞാൻ ഇനി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, ആ ഒരു ക്വസ്റ്റ്യന് യാതൊരു ഉത്തരവുമില്ല. കാരണം നിങ്ങളെല്ലാവരും +2 മക്കളാണ്. നിങ്ങൾ ഇത്രയും തവണ SSLC +1 ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സീരിയസ്നെസ്, ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കി നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ച് ഫീസ് ഇപ്പം 3 മാസമൊക്കെ ആയില്ലേ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ബാച്ച് ഫീസൊക്കെ കുറച്ചിട്ടുണ്ട്, 1000 റുപ്പീസ് കുറച്ചിട്ടുണ്ട്. താല്പര്യമുള്ള മക്കൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഈ ഒരു ബെനിഫിറ്റും കിട്ടും. അത് മാത്രമല്ല, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കിപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് നമ്മൾ ഓഗസ്റ്റ് 1 മുതലാണ് ബാക്ക്ലോഗ് സീരീസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. മീൻസ് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ജോയിൻ ചെയ്താൽ കുഴപ്പമുണ്ടോ? നിങ്ങൾ മക്കൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പോലും വൈകിക്കരുതെന്നേ മിസ്സിന് പറയാനുള്ളൂ. കാരണം ഒരു ദിവസം നിങ്ങൾ വൈകിച്ചാൽ ഡെയിലി 2 ലൈവ് സെഷൻസാണ് നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് അല്ലേ? അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് ഈ നമ്പറിൽ 21 കോൾ ചെയ്യാം, 22 വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. നിങ്ങളിവിടെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ 4 സെഷൻസ് മാത്രം. ഫസ്റ്റത്തെ 4 സെഷൻ എന്ന് പറയുമ്പം നമ്മുടെ റിലേഷൻ ആൻഡ് ഫങ്ഷൻ, മാത്സ്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി 4 സബ്ജക്ട്സിന് ഫസ്റ്റ് ലൈവ് സെഷൻസ് മാത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ പബ്ലിക്കായി കിട്ടും. അതിന് ശേഷമുള്ളതെല്ലാം ഈ സെഷൻസ് ഇതൊക്കെ എന്താണ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻ്റെ സെക്കൻഡ് സെഷനാണ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫസ്റ്റ് സെഷനാണ്, കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ സെക്കൻഡ് സെഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മിസ്സാവും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വൈകിക്കരുത്. ഓഗസ്റ്റ് 1 നമ്മുടെ ബാച്ച് തുടങ്ങുന്നത്. അതിന് മുൻപായിട്ട് താല്പര്യമുള്ള മക്കളാണെങ്കിൽ അഡ്മിഷൻ എടുക്കാം. നമ്മളിതേ ഒരു 15th കൂടി തന്നെ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യും. റിവിഷൻ വേണം, പഠിക്കണം, എക്സാം നന്നായിട്ട് എഴുതണം. ഓണം എക്സാം തകർത്ത് എഴുതി ഓണം അടിച്ചു പൊളിക്കണം അല്ലേ. സ്കൂൾ ലൈഫിൻ്റെ ലാസ്റ്റാണ് +2. അപ്പോൾ ആ +2ൻ്റെ ഓരോ സ്റ്റേജും എൻജോയ് ചെയ്ത് തന്നെ പോവാം. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിൻ്റെ UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാക്ക്ലോഗ് സീരീസ് എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. കോൺഫിഡൻസോടെ എക്സാം എഴുതാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യുക, പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.